Hello guys, welcome back to my YouTube channel. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു. ടോക്കിംഗ് വ്ളോഗ്, വോയിസ് ഓവർ വ്ളോഗ് അല്ല. Good morning. Look who's ready. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ. ബാ കൊച്ചു, ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നതിന് മുന്നേ ഞാൻ കാപ്പ് കുടിച്ചു പോയി. എന്റെ ഡേ ചെറുതായിട്ട് തുടങ്ങിപ്പോയി. പക്ഷെ കൊച്ചു ഇവിടെ ഡേ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആശമ്മ അമ്മ എങ്ങനെ വിളിക്കും? ആശമ്മ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്, സക്കുട്ട എന്നാണ് വിളിക്കുന്നത്. നിങ്ങളൊരു കാര്യം കണ്ടോ? കൊച്ചേബിയുടെ കയ്യില് കണ്ടോ? ബൂബു കാണിച്ചു കൊടുത്തേ, ബൂബു കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. കൈ വായിൽ വെക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പല മെത്തേഡ്സും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാം ചെന്നിനായക ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ ചെന്നിനായകത്തിന്റെ കയ്പ് സഹിച്ച് ചിലപ്പോ കൈ വായിക്കാത്തോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പുതിയ ഒരു മാർഗം ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ഈ ബാൻഡേജ് ബൂബു എന്ന് പറഞ്ഞ് ഒട്ടിച്ചു വെച്ചേക്കാണ്. കൊച്ചു, വാട്ട്സ് ദാറ്റ്? It's a ball. ഇതെന്താ? വാട്ട്സ് ദാറ്റ്? അത് ഇതിന്റെ അകത്ത്. വാട്ട്സ് ദാറ്റ്? It's a glass. ഒരു വാ കുടിച്ചേ. ഇല്ല അറിയാം കണ്ട. പുത്തരിച്ചോറും പരിപ്പും പപ്പടവും. കൊച്ചു പാടേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. പുത്തരിച്ചോറും പരിപ്പും പപ്പടവും നന്ദനു നേദിച്ച നല്ല കറികളും. നമുക്കതിൽ അബദ്ധം പറ്റും. നമ്മൾ ഇന്നലെ ലൂലുവിന്റെ മിഡ് നൈറ്റ് സെയിലിന് വേണ്ടി പോയതാണ്. പക്ഷെ അത് ഇന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഇന്നലെയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുങ്ങി കെട്ടി ലൂലു പോയപ്പോഴത്തേക്ക് അതെല്ലാം അടച്ചു പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറെ മലബാർ ബൈറ്റ്സിൽ പോയിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത് തന്നെ എത്രയാ, 5:30 മണിക്ക് രാവിലെ വെളുപ്പിനെ നമ്മൾ ഗ്യാങ് ആയിട്ട് തിരിച്ചെത്തി. പിന്നെ ഇവിടെ നിന്ന് സംസാരിച്ച് കളിച്ച് വെച്ച് എല്ലാവരും ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ 6:30 മണിയായി. പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ടാണ് ഇപ്പൊ സമയം 2:30 ആവുന്നു. 2:30ക്ക് നമ്മൾ ഇത്രയും ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഗ്ലാസ് എവിടെ പോയി? അമ്മ ഷൂട്ടിന് പോകുമ്പോ കൊച്ചപ്പ ഇവിടെ ഇരിക്കോ? ആശപ്പയുടെ ഇവിടെ ഇരിക്കോ? ആശമ്മക്കറിയില്ല. അങ്ങനെ പറഞ്ഞൂടാ. ആശമ്മ വേണം. ആശമ്മയുടെ ഇവിടെ ഇരിക്കോ? കളിപ്പാട്ടൊക്കെ കളിക്കോ? പ്ലീസ്. ഓക്കെ പറ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് കൊച്ചേബയും കൊണ്ട് മമ്മ ചാച്ച പോവാ. ഓക്കെ, സിമ്പിൾ. നമ്മ പാപ്പ കഴിക്കാൻ പോകുന്നു. കൊച്ചു, വാട്ട്സ് ദാറ്റ്? ദോശ. ഇത് ചോറല്ലേ? അപ്പോഴേ ഞാൻ എങ്ങനെയും ഒന്ന് കുത്തിക്കയറ്റി ഇങ്ങനെ ആഹാരം കഴിപ്പിച്ചിട്ട് നമുക്ക് റെഡിയായി ഷൂട്ടിങ്ങിന് പോകണ്ടേ. യെസ്, അപ്പം പാപ്പു ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാമേ. ഓക്കെ ഗൈസ്, സോ കൊച്ചു ബേബിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഞാനും കഴിച്ചു കഴിഞ്ഞു. നൗ ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് ഗോ ഫോർ ദ ഷൂട്ട്. ഇന്നത്തെ ഷൂട്ടിന് എനിക്ക് അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറൽ ലുക്കിൽ ജസ്റ്റ് വേ ആയാം അങ്ങനെ പോയാൽ മതി. നമുക്ക് എളുപ്പമുണ്ട്, നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. ആൻഡ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമുക്ക് നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒരു ഭയങ്കര ഒബ്സഷൻ ആയിരുന്ന സമയമാണ്. ഡെസ്പൈറ്റ് ഓഫ് ദ കണ്ടീഷൻസ് വി ലിവ് ഇൻ, നമ്മളുടെ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഒബ്സസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്, വിച്ച് ഇസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ഫോർ അസ്. പക്ഷെ നമുക്കും അതിൻ്റെതായ കുറച്ച് ടിപ്സും ഇതൊക്കെ ഉണ്ട്. ഈ ജാപ്പനീസ് ഫോളോ ചെയ്യുന്ന ഒരു സംഭവം, നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അവരൊരു പ്രത്യേക വിഭാഗക്കാർ ഈ റൈസ് വാട്ടർ ഇല്ലേ, റൈസ് വാട്ടർ അവരിങ്ങനെ ഫെർമെന്റ് ചെയ്യിപ്പിച്ച് യൂസ് ചെയ്ത് റൈസ് വാട്ടർ അവരുടെ ഫേസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ എല്ലാവരും അത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നല്ല, നമ്മുടെ മാമ എർത്ത് നമുക്കൊരു റൈസ് വാട്ടർ റേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസ് വാട്ടർ ഫേസ് വാഷും മോയ്സ്ചറൈസറും. ആ ഒരു സമയത്ത് റൈസ് വാട്ടറിന്റെ
ഫേസ് വാഷും മോയ്സ്ചറൈസറും നമ്മുടെ മാമഅർത്ത് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ ഒരു കോംബോ യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു ബ്രാൻഡിന്റെ നയാസിനമൈഡ് റൈസ് വാട്ടർ കോമ്പിനേഷൻ സിറമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സോ എനിക്ക് പൊതുവെ ഒരു ബ്രാൻഡിന്റെ ഒരു കോംബോ, ഒരു റേഞ്ച് മുഴുവനായിട്ട് യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇപ്പൊ മാമഅർത്ത് നമ്മുടെ ഈ റൈസ് വാട്ടർ റേഞ്ച് ഒരു സിറം ഫോർമുലേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് നമ്മുടെ മാമഅർത്ത് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന സിറം എന്ന് പറയുന്നത് റൈസ് വാട്ടർ ഡ്യൂയി ആക്റ്റീവ് സിറം ആണ് കേട്ടോ. ഈ റൈസ് വാട്ടർ ഡ്യൂയി ആക്റ്റീവ് സിറം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നയാസിനമൈഡിന്റെ ഗുഡ്നസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് 10% നയാസിനമൈഡ് വരുന്നുണ്ട്, റൈസ് വാട്ടർ വരുന്നുണ്ട്, അതേപോലെ ഹൈറലോണിക് ആസിഡും വരുന്നുണ്ട്. ഹൈറലോണിക് ആസിഡ് ഒക്കെ എന്തൊരു പോട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ ഫേസിൽ മോയ്സ്ചർ അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നയാസിനമൈഡ് ആണെങ്കിൽ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സും അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ആയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നയാസിനമൈഡിന്റെ കണ്ടിന്യൂസ് യൂസേജിൽ നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവട്ടെ ഇതൊക്കെ വളരെയധികം ഡള്ളെ നമ്മുടെ സ്കിന്ന് നല്ല ഈവൻ ഔട്ട് ആയിട്ട് ബ്രൈറ്റ് ആവുന്നത് നമുക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും. പിന്നെ റൈസ് വാട്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓവർ ദ ട്രഡീഷൻസ് അത് പ്രൂവ് ചെയ്തൊരു സംഭവമാണ്. റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ഒരു ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ ആക്കുന്നു, ഗ്ലോ ഏൽപ്പിക്കുന്നു, എന്തുമാത്രം റേഡിയൻസ് തരുന്നു എന്നുള്ളത്. സോ ഈ റൈസ് വാട്ടറും നയാസിനമൈഡും ഹൈറലോണിക് ആസിഡിന്റെ ഒക്കെ ഗുഡ്നസ് അടങ്ങിയിട്ടുള്ള ഒരു സിറം ബോട്ടിലാണ് മാമഅർത്ത് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് മൈ കറന്റ് ഫേവറേറ്റ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാമഅർത്തിന്റെ ഒരു പ്രത്യേക സ്നേഹമാണ് ഈ ബ്രാൻഡിന്റെ അടുത്ത്. എനിക്കാണെങ്കിലും മോക്കാണെങ്കിലും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് അഗെയിൻ ദ മോസ്റ്റ് വണ്ടർഫുൾ പാർട്ട് ഇസ് ഈ ഒരു മാമഅർത്തിന്റെ റൈസ് വാട്ടർ ഡ്യൂയി ആക്റ്റീവ് സിറമിന്റെ കൂടെ അവരൊരു കോംബോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സൺസ്ക്രീൻ ആണ്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ എന്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്താലും മസ്റ്റായിട്ട് നമ്മളൊരു സൺസ്ക്രീൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അതിപ്പം നമുക്ക് സണ്ണി ഡേ ആണെങ്കിലും റെയിനി ഡേ ആണെങ്കിലും പലരുടെ തെറ്റിദ്ധാരണയാണല്ലേ, ഇന്ന് അധികം വെയിലില്ല, ഇന്ന് നല്ല മഴ മൂടിക്കിടക്കുവാണ്, അപ്പൊ നമുക്ക് ഇന്ന് സൺസ്ക്രീനിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വൈകിട്ടായല്ലോ 4 മണിയായി 5 മണിയായി ഇനിയിപ്പോൾ സൺസ്ക്രീൻ ഇട്ട് പുറത്ത് പോകണ്ട എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ ഭയങ്കരമായി വെയിലടിക്കുമ്പോൾ മാത്രമല്ല സൺസ്ക്രീൻ ഇടുന്നത്. സൺസ്ക്രീൻ ഓൾവേസ് നമുക്ക് എപ്പോൾ ഡേ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ തന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇങ്ങനെയുള്ള ആക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈറബിൾ റിസൾട്ട് ഒരിക്കലും കിട്ടാൻ പോണില്ല. പലരും പല പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് എന്തുകൊണ്ട് സ്കിന്നിന് ഒരു മാറ്റം വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ സൺസ്ക്രീൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വിച്ച് ഇസ് വൈ ഈ ഒരു സിറമിന്റെ കൂടെ തന്നെ മാമഅർത്ത് റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ബിങ്കോ കോമ്പിനേഷൻ, ഈ ഒരു സിറം ആൻഡ് ഈ ഒരു സൺസ്ക്രീൻ ഈസ് എ ഗെയിം ചേഞ്ചർ. കുറെ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാമഅർത്ത് ഓരോ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നത്. ചുമ്മാ ഒരു റാൻഡം ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല ഒരു പ്രോഡക്റ്റ്. അതിലും വേറൊരു മികച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമഅർത്ത് എപ്പോഴും നമ്മളുടെ ഫീഡ്ബാക്സ് കേൾക്കുകയും അതിൻ്റെതായ ഇൻപുട്സും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം നിങ്ങളുടെ ഇൻപുട്സ് ബേസ് ചെയ്തിട്ടാണ് മാമഅർത്തിന്റെ ഒണിയൻ ഷാംപൂ അവർ ഇംപ്രൂവൈസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നത്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഇഫക്ട്സ് ഒക്കെ വിസിബിൾ എൻ്റെ സ്കിന്നിൽ മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു കാര്യം പറയട്ടെ, ടേക്ക് അപ്പ് ദ ഗ്ലാസ് സ്കിൻ ചാലഞ്ച് റൈറ്റ് അവേ. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കൂ ആൻഡ് യു വിൽ ഫോൾ ഇൻ ലവ് വിത്ത് യുവർ ന്യൂ സ്കിൻ. ഞാൻ ഉറപ്പ് നൽകുന്നുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ മാമഅർത്തിന്റെ പ്രോഡക്ട്സ് എവിടെയൊക്കെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ കിട്ടും, നൈക്കയിൽ കിട്ടും, പിന്നെ മാമഅർത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്, വെബ്സൈറ്റിലുണ്ട്, ഇവിടങ്ങളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അടുത്തുള്ള സ്റ്റോഴ്സിലെല്ലാം മാമഅർത്തിന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈൻ പ്രസൻസും മാമഅർത്ത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ടൈം എവിടെയെങ്കിലും നിങ്ങൾ മാമഅർത്തിന്റെ സ്റ്റോർ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഈ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് റേഞ്ച് വാങ്ങിക്കുമ്പോഴത്തേക്കും 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു കൂപ്പൺ കോഡ് മാമഅർത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെ എന്നെ പോലെ നിങ്ങൾ കൊറിയൻ ഗ്ലാസ് സ്കിൻ ചാലഞ്ച് ഒക്കെ റെഡിയാക്കി എടുത്ത് സ്കിന്നിനെ ട്രാൻസ്ഫോം ചെയ്യല്ലേ അല്ലേ? എൻ്റെ സ്കിന്നിന് മാറ്റമുണ്ടോ, ബ്രൈറ്റ് ആയിട്ടുണ്ടോ, സിംറ ആയിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, സോ ഐ എം റെഡി. നമുക്ക് യന്ത്രം തന്നെ പോയി തനിയെ ഷൂട്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രൈപോഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു യൂബർ ബുക്ക് ചെയ്തിട്ട് നേരെ ഷൂട്ടിംഗ് പ്ലേസിലോട്ട് പോയിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരണം. സോ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഷൂട്ടിൻ്റെ കാര്യങ്ങൾ ഈ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് അവിടെ ബ്ലോഗിങ് നടക്കില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് വന്നിട്ട് പിന്നെ ഷൂട്ട് ചെയ്യേണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഫോണിൽ കാണിക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ എൻ്റെ ഫോൺ താങ്ങില്ല ഗൈസ്. ക്യാമറ ரொம்ப പാവം ഗൈസ്, സെത്ത് പോയിടും. നമുക്ക് ഇവിടെ നിന്ന് കൊച്ചേപ്പി എടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകാം. കൊച്ചേപ്പി മിക്കവാറും ഞാൻ ഇറങ്ങുമ്പോൾ ചിണുങ്ങുമായിരിക്കും, നമുക്ക് നോക്കാം. ഞാൻ മറ്റേ കൈ വായിൽ വെക്കാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നു, അത് വർക്കായി.
എന്തായാലും ഞാൻ ഇറങ്ങുന്ന സമയം കൊണ്ട് അരുഞ്ചേട്ടൻ വന്നുകൊണ്ട് കരയില്ലായിരിക്കും. കറക്റ്റ് ടൈമിന് അരുഞ്ചേട്ടൻ വന്നു. അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഷൂട്ടിന് പോവാം. അമ്മ പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ. ടാറ്റാ ടാറ്റാ. അവരുമ്മ വരുമോ? അരുഞ്ചേട്ടൻ ചെറുതായിട്ട് ബൂബു, ബിഗ് ബൂബു ഞാൻ പറഞ്ഞു വെച്ചേക്കാം. കൈ വായി വയ്ക്കല്ലേ, ബിഗ് ബൂബു ഉണ്ട് കേട്ടോ. പോയിട്ട് വരാമേ. മൈക്ക് വേണം, മമ്മി കൊണ്ടുപോകണം. ഓക്കെ ബൈ. ഇല്ല, ഞാൻ ബുക്ക് ചെയ്യണം. എന്തോ ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ഞാൻ തനിയെ പോയത് അർജുൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ചേട്ടൻ പെട്ടെന്ന് തന്നെ എൻ്റെ ബാക്കിൽ വന്ന് എന്നെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ തൊട്ടടുത്ത്, അമ്മയുടെ തൊട്ടടുത്ത് വന്നിട്ട് അമ്മയെ കാണാതെ പോകാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് ഒന്ന് അമ്മയെ കണ്ടൊരു ഹായ് പറഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. കൈ ചെറുതായിട്ടൊന്ന് ഗേറ്റിൻ്റെ ഇടയ്ക്ക് പെട്ട് നല്ല രീതിയിൽ ചതഞ്ഞു പോയി. അമ്മ ബൂബു കയ്യില് ബൂബു. അമ്മട്ടു കയ്യില് ബൂബു. ഭയങ്കര ബൂബു ആയിപ്പ്. ഇനി പറയണ്ട, ഇനിയിപ്പോ പോവാം. പോയിട്ട് വരാം. എന്നെ അർജുൻ വിളിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അമ്മയുടെ അവിടെ കയറി കുറച്ച് നേരം ഇരുന്നിട്ടേ ഇറങ്ങുകയുള്ളായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അർജുൻ ചേട്ടൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു കൊച്ചേവി ശകലം മൂഡ് ഔട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് പുറത്തുനിന്ന് അമ്മയെ കണ്ട് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് വന്നേക്കാമെന്ന്. അങ്ങനെ അമ്മ ഷൂട്ട് കഴിഞ്ഞ് വന്നു. കൊച്ചേവി എന്താണ് ചെയ്യുന്നത് നോക്കണം. കീറി വിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അയ്യോ, നമ്മളിപ്പോ ഉറങ്ങൂല. നമ്മള് രാത്രിയാണ് ഉറങ്ങുന്നത്. എവിടെ പോണം? റെഡിയായിട്ട് എവിടെ പോണം നോക്കട്ടെ. നമ്മൾ ടോയ്ലറ്റ് ട്രെയിൻഡാണ് ഇപ്പോൾ ഫുള്ളി. ഞാനിത് മോൾ എഴുന്നേറ്റിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാമേ. ഈ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഓൺ ഒരു ചെറിയൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് തനിയെ കയറി ഇരുന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന രീതി. ഞാൻ ഫസ്റ്റ് ക്രൈന്നാണ് വാങ്ങിച്ചത് കേട്ടോ. നമുക്ക് ഓരോ തവണ ഇങ്ങനെ പോട്ടിയിലായിട്ട് പിന്നെ അതെടുത്ത് പിന്നെ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്തിട്ട് പിന്നെ കഴുകി ഇത്രയും മെനക്കെടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ഓൺ ലാഡർ വെച്ചിട്ട് ഒരു ഓപ്പണിംഗ് ഉള്ളൊരു സംഭവം, ഒരു ടോയ്ലറ്റ് സീറ്റ് കിട്ടും. അതിങ്ങനെ വാങ്ങിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെപ്പോലെ ക്ലോസറ്റിൽ പോയിട്ട് യൂറിനൊക്കെ പാസ് ചെയ്യാൻ അവർ പെട്ടെന്ന് ട്രെയിൻഡ് ആവും. കൊച്ചേബി എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും ഒരു 95% ടോയ്ലറ്റ് ട്രെയിൻഡാണ്. 5% ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട്. പക്ഷെ 2.5 വയസ്സിൽ അത് എനിക്ക് ആക്ച്വലി നല്ലൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് തോന്നുന്നത്.
അടുത്ത എക്സസൈസിലോട്ട് പോയാൽ വേണ്ട. 1 2 3 4 5 6 7 8 9 10. മറ്റേത് വയറ് പിടിച്ചേണ്ട ആപ്സിന്. എന്തോ ചോദിച്ച പപ്പ എന്താ വിളിക്കുന്നേ? Papa, where are you? Papa, where are you? Where is your lovely Papa hiding now? ആ ഡോറിന്റെ ബാക്കിൽ നോക്ക്. ഡോറിന്റെ ബാക്കിൽ അവിടെ ഡോറിന്റെ ബാക്കിൽ. ഹാപ്പി എവിടെ വിളിച്ചേ? ഹാപ്പി വിളിച്ചോണ്ടോ? വിളിക്കേ മക്കളെ, വിളിക്കേ ഹാപ്പിയെ. ഹാപ്പിയെ വിളിക്കേ. ഹാപ്പി ബാക്കില്. ഹാപ്പി അമ്മയ്ക്ക് ബ്ലൂ ചെയർ ഒന്ന് എടുത്തു തരുമോ? ബ്ലൂ ചെയർ, ബ്ലൂ കസേര എവിടെ? ബ്ലൂ കസേര എവിടെ? ബ്ലൂ കസേര എടുത്താ. Thank you so much, Kochu. Thank you. Thank you. Thank you so much. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നോണേ. മമ്മ ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. കളിപ്പാട്ടം കളിക്കണേ. ഓക്കെ? മമ്മ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. വരാം. മമ്മ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ വരാം.
കുളിച്ചിട്ട് വരട്ടെ? വരട്ടെ? മമ്മ കുളിച്ചിട്ട് വരട്ടെ? യെസ് യെസ് യെസ്. ഒരു ഉമ്മ തന്നെ മമ്മയ്ക്ക്. താങ്ക് യു. പോട്ടെ കേട്ടോ. എന്തോരാ സാമി നോക്കാൻ പോവാ? തരുവോ? പർപ്പിളോ? ഓക്കെ. ചിരിച്ചേ. പർപ്പിൾ പൊട്ട് വെച്ച് കളാമോ? എന്തടാ? നമ്മ സാമി നോക്കാൻ പോവാ. ബാ. കൊച്ചേബി കരയല്ലേ? വേണ്ടേ? വേണ്ടേ? കൊച്ചേബിക്ക് എന്ത് വേണം? ശരി തന്നു. സാമി വേണ്ട. ഓക്കെ. ബേബി വേണോ? ബേബി. എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. കൊച്ചു ബേബി ഓം പറഞ്ഞേ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിക്കാൻ പോയ സമയം കൊണ്ട് കൊച്ചേബി താഴെ വീണു. കൊച്ചേബിയുടെ പല്ലിടിച്ചു. പല്ല് ശകലം പൊട്ടിപ്പോയി. പോട്ടെ കേട്ടോ. അതാണ് ഇത്രയും കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ കൊച്ചേബി അവർക്ക് നിങ്ങൾക്ക് വേണോ വാട്ടർമെലൺ? അവർക്ക് വേണ്ടാന്ന്. കൊച്ചേബി കഴിച്ചു. അപ്പൊ ഇത്ര നേരം അതിന്റെ കരച്ചിലായിരുന്നു. നമ്മളിപ്പം സ്വാമിയൊക്കെ തൊഴുതു. കൊച്ചേബി വാട്ടർമെലൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പർ ദോശയും രസവും വെളുത്തുള്ളി അച്ചാറും. കേട്ടിട്ടില്ലാത്ത കോമ്പിനേഷൻ അല്ലേ? സാമി ബെല്ലടിച്ചേ. സാമി ബെല്ലടിച്ചേ. സാമി പാവം. സാമി ബെല്ലടിച്ചേ. ഇന്നൊരു അങ്കംവെട്ടിന്റെ ദിവസമായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ ഒരു യുദ്ധത്തിന് ശേഷം കൊച്ചുബേബി ഉറങ്ങി. എൻ്റെ അടുത്ത് വന്ന് ഉറങ്ങുന്നില്ലായിരുന്നു. കാരണം എൻ്റെ അടുത്ത് പിണക്കമായിരുന്നു. കൊച്ചുബേബിക്ക് അങ്ങനെ ഞാൻ പല മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കി. ഈ ഏറ്റവും അവസാനം ഞാൻ ട്രൈ ചെയ്ത മെത്തേഡാണ് ചെന്നി നായകം തേച്ച് കൊടുക്കുന്നത്. ഭയങ്കര കയ്പാണ്. അപ്പം അത് ആദ്യം തേച്ച് കൊടുത്തപ്പോൾ ഇതേപോലെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ഉറങ്ങാൻ പറ്റാതെ. ഉറങ്ങിയാൽ തന്നെ ഇടയ്ക്ക് ഉണരുവാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കൈ വായിൽ വെച്ചിട്ട് അങ്ങ് സ്വന്തമായിട്ട് സെൽഫ് സൂത്തിങ് എന്ന് പറയുമല്ലോ, അങ്ങനെ ചെയ്തിട്ട് അങ്ങ് കിടന്നുറങ്ങും. അപ്പോൾ ചെന്നിനായകം തേക്കുമ്പോഴത്തേക്കും അത് ആദ്യമൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരെ ടെക്നിക്ക് കണ്ടുപിടിച്ചു. കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ദേഹത്തൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കയ്പ്പ് ആ ഒരു ഇത് പോവും. ഒരു ബെയറബിൾ ഒരു ബിറ്റർനെസ് മാത്രമേ ഉള്ളൂ. അപ്പം അത് സഹിച്ച് പിന്നെ കൈ വായിൽ വെക്കാൻ തുടങ്ങിയായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ സ്വന്തമായിട്ട് വാഷ് ബേസിനിൽ കയറി കൈ അങ്ങ് കഴുകി അങ്ങ് കളയും. അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഒരാളുടെ കമൻ്റ് ആയിരുന്നു. അവരുടെ കുട്ടിക്ക് ഇതുപോലെ വന്നപ്പോഴത്തേക്കും ബാൻഡേഡ് ഇങ്ങനെ കയ്യിൽ ചുറ്റിയിട്ട് കയ്യിൽ മുറിവ് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടി കയ്യിൽ വായിൽ വെച്ചില്ല എന്നുള്ളത്. അപ്പം ഞാൻ അത് കേട്ടിട്ട് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയാണ് ബാൻഡേഡ് കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ മിറാക്കുലസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്നത്തെ ഒരു ഹോൾ ഡേ കൈ വായിൽ വെച്ചില്ല. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര മൂഡ് ഔട്ടായി, അങ്ങനെ ഫുൾ ക്രാങ്കിയായി ബഹളമൊക്കെ തുടങ്ങി.
അങ്ങനെ പാവം കുറേ കരഞ്ഞ് കഷ്ടപ്പെട്ട് കിടന്നങ്ങ് ഉറങ്ങി. എന്തായാലും ഈ ഒരു സംഭവം ഇപ്പം ചെയ്യുന്നത് കുറച്ച് എനിക്ക് വിഷമമുണ്ട്. അതായത് ഇങ്ങനെ കരയിപ്പം നമ്മൾ പർപ്പസ്ലി ആണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു വിഷമമുണ്ട്. പക്ഷെ ഇൻ ദ ലോങ് റൺ അത് അവരുടെ നല്ലതിനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല. ആക്ച്വലി കുറേ പേര് ഇങ്ങനെ എനിക്ക് കമന്റ് ചെയ്യും അതെന്താ നിർത്തിക്കാത്തെന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര സ്റ്റുപ്പിഡായിട്ടാണ് തോന്നിക്കുന്നത്. കാരണം ഏതെങ്കിലും അമ്മമാർ കൊച്ചിന്റെ വായിക്കാത്തോട്ട് നമ്മൾ വിരൽ കൊണ്ട് വെച്ചെടുക്കോ, എന്നാ വിരൽ അങ്ങനെ പല്ല് പൊങ്ങട്ടെ പൊങ്ങട്ടെ, പല്ല് പൊങ്ങുന്ന കാണാൻ എന്താ ഭംഗി, അങ്ങനെ ഏതെങ്കിലും അമ്മമാരുണ്ടാവുമോ? എനിക്കറിയാം ഇങ്ങനത്തെ ആൾക്കാരുടെ കുറെ സ്റ്റുപ്പിഡ് തോട്ട്സ് ഒക്കെ എന്താണെന്ന്. അവരങ്ങ് ജഡ്ജ് ചെയ്തെന്ന് ഇങ്ങനെ ആയത് കൊണ്ടാണ് കൊച്ചിന്റെ പല്ല് അങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കുറെ കുറെ പൊട്ടന്മാരുടെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക്. ചിലതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കും. ചിലപ്പോൾ എനിക്ക് ചൊറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ നല്ല ചൊറിഞ്ഞ് തിരിച്ച് മറുപടി അയക്കാറുണ്ട് കേട്ടോ. പല്ല് പൊങ്ങിയ എന്ത് താന്ന എന്ത് നിങ്ങൾക്കൊക്കെ എന്താ എൻ്റെ വ്യത്യാസം? പക്ഷെ ഇതൊക്കെ മാറ്റി വെച്ച് ഈ ചവറ് ടീംസിനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ആൾക്കാരുണ്ട്. അവർ ജെന്വൻലി നമ്മൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എൻ്റെ കുട്ടിക്ക് ഇത് വർക്കായി എന്ന രീതിയിൽ. നമുക്ക് അങ്ങനെയുള്ളൊരു സർക്കിളാണ് നമുക്ക് വേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള, അല്ലാതെ ഇതുമാതിരി ഈ കൊണ കമന്റ്സ് എല്ലാം നമുക്ക് വേണ്ടത്. അപ്പൊ അവരില് പറഞ്ഞ ഒരാൾ, എനിക്ക് ആളുടെ പേര് എനിക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ല. ഈ വീഡിയോ കാണുമ്പം ചിലപ്പോൾ ആ പറഞ്ഞ ആൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇത് അടിപൊളി സംഭവം, നല്ല വർക്കായിട്ടുണ്ട്. ബാൻഡേജ് ആയതുകൊണ്ട് കൊച്ചുബേബിക്ക് പുള്ളി ചെയ്ത് കളയാനും പറ്റുന്നില്ല. ഇനിയിപ്പോ ഈ പല്ല് പോയിട്ട് അടുത്ത പല്ല് വരുമ്പോൾ നമ്മൾ ഈ മോണയൊക്കെ പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ലാതെ പല്ല് വരുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡെന്റൽ കറക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരിക്കും. നമ്മൾക്ക് ആദ്യത്തെ കുട്ടിയല്ലേ, നമ്മൾ ഓരോന്നും നമ്മുടെ പേരന്റിങ് നമ്മൾ പഠിച്ചല്ലേ വരുന്നത്. അപ്പൊ നമ്മൾക്കും ക്രിറ്റിസിസം എടുക്കുന്ന രീതി, അതായത് ഇങ്ങനെ ചെയ്ത് നോക്കും ഇങ്ങനെ ചെയ്ത് നോക്കും പറയുന്നൊരു രീതിയുണ്ട്. നമുക്ക് തീരെ ഭയങ്കര ബോസി ആയിട്ട് ചെയ്യടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊന്നും തോന്നത്തൊന്നുമില്ല. പലരും വിചാരിക്കുന്ന പോലെ നമ്മൾ രണ്ട് കൈയും കെട്ടി നോക്കി ഒരു ഇങ്ങനെ കൊച്ചിനെ നോക്കി നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് ആ കൊച്ചങ്ങ് വളരെയല്ല, നമ്മൾ വളർത്തേയല്ലേ. ഇങ്ങനത്തെ സ്റ്റുപ്പിഡ് കമന്റ്സ് ദയവ് ചെയ്ത് വീഡിയോയിൽ ഇടാതിരിക്കുക. പിന്നെ ഇട്ടാലും എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോയുടെ താഴെ ആണെങ്കിൽ, എൻ്റെ ചാനലാണെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. എനിവേസ്, എൻ്റെ വീഡിയോയുടെ താഴെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാം. അതെങ്ങനെയാണ്, എനിക്ക് എങ്ങനെയാണ് വർക്ക് ആയത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ് വീഡിയോ ഇടാം. ഇതെല്ലാത്തിനും മുന്നേ ഞാൻ പറയുന്നത്, കുറെ കുട്ടികളെ വളർത്തിയവരാവാം വളർത്താത്തവരാവാം, അവർ പറയുന്ന കുറെ റൂഡായിട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെവിയിൽ കേട്ടായിരിക്കും. അവരൊരിക്കലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് എങ്ങനെയാണ് പറയേണ്ടത്, അത് പറയേണ്ട രീതിയിൽ അവർക്ക് പറയാനും അറിയാൻ പറ്റുമായിരിക്കും. ബാക്കിയുള്ളവർ ചുമ്മാ നമ്മൾ വെറുതെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറയുന്നു വിചാരിച്ചാൽ മതി. അവർ പറയുന്നത് ചെവിയിലോട്ടേ കേൾക്കണ്ട. ഓക്കെ, അതാണ് ഫസ്റ്റ് അഡ്വൈസ് ഫോർ ഓൾ ദ മദേഴ്സ്. ഞാൻ പട്ടിക്കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞു. അപ്പം മോള് നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞേ, മോള് ഇടയ്ക്ക് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ വാല് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വെക്കാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് എഴുന്നേറ്റു. പിന്നെ ഇങ്ങനെ കരച്ചിലാണ് കേട്ടോ, ഫുൾ ടൈം കരച്ചിൽ. ഭയങ്കര ബാഡ് മൂഡിൽ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ബാഡ് മൂഡിൽ ഇരിക്കുമ്പോൾ ഒന്നെങ്കിൽ സ്ക്രീൻ ടൈം, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി ഹാപ്പി ആവും. അപ്പം എന്തായാലും നമ്മൾ ലൂലിലോട്ട് പോവല്ലേ, ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. നോർമലി കൊച്ചുബേബിയുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഓൺലി ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. കാരണം ഒട്ടും ഫുഡ് കഴിക്കാത്ത ആളാണ്. ഈ ഫുഡ് കഴിക്കാതെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കാനുള്ള മനക്കടുപ്പമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് സ്ക്രീൻ ടൈം ഇരിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ പുതിയൊരു കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, അതായത് കൈ വായിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻ ടൈം ഉണ്ട് കൊച്ചുബേബിക്ക് ഇപ്പം. പക്ഷെ ഈ സ്ക്രീൻ ടൈമിൻ്റെ ഇത് ഒട്ടും വാശിയില്ല. നമ്മൾ കൊടുക്കുന്ന അപ്പോഴേ ഉള്ളൂ, നമ്മൾ തിരിച്ച് വാങ്ങിച്ചാൽ അത് അവിടെ തീർന്നു. അല്ലാതെ ഫോണിന് വേണ്ടിയോ സ്ക്രീൻ ടൈമിന് വേണ്ടിയോ ഒരിക്കലും വാശി പിടിക്കാറില്ല. ഈ കൈ വായിൽ വെക്കാതിരിക്കാൻ വേണ്ടി ഈ സ്ക്രീൻ വെച്ച് കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് എഫക്റ്റ് വരാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു സൂപ്പർ ഹ്യൂമൺ അല്ല. എല്ലാ രീതിയിലും 4 വാക്കിൽ നിന്ന് എനിക്ക് എൻ്റെ മോളെ ടോർച്ചർ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. സോ ഒരു സൈഡ് ആള് ഭയങ്കര അപ്സെറ്റാണ്.
ആ വാ വാ. അപ്പൊ അതൊന്ന് ആള് കൂളാവുന്ന വരെ ഒഴിക്കണ്ടേ? ഓക്കെ. നാള് കൂളാവുന്നത് വരെ നമുക്ക് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ലീനിയന്റ് ആയിട്ടിരിക്കാം. ബാക്കിയുള്ള വാശിയൊക്കെ കുറച്ചൊന്ന് സമ്മതിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ റെഡി ആവാം. നമുക്ക് ബാക്കി ലൂലുവിൽ പോയിട്ട് കാണാം. എനിക്കറിയില്ല അവിടെ പോയിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റുമോ, അതിനുള്ള അവസ്ഥയാണോ. കാരണം എൻ്റെ കയ്യിൽ മോളുണ്ടാവും. പിന്നെ അവിടെ ഭയങ്കര തിരക്കെന്നാണ് കേട്ടത്. അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്നേ അറിഞ്ഞൂടാ. അപ്പം സാഹചര്യം നോക്കിയിട്ട് വ്ളോഗ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ലെറ്റ്സ് ഗെറ്റ് റെഡി ഫസ്റ്റ്. ഹായ്. വലിയ തിരക്കൊന്നുമില്ല വിചാരിച്ച പോലെ, അതുകൊണ്ട് വരാൻ പറ്റി. ഇനി എൻ്റെ ഒരു ആഗ്രഹം കൂടെ സഫലമായി കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് എനിക്ക് സംതൃപ്തിയോടെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റും. ടി വി വാങ്ങിക്കണമെന്ന മോഹവുമായി ഒട്ടും പൊക്കമില്ലാത്തൊരു മനുഷ്യൻ ഐഫോൺ വാങ്ങിക്കണമെന്ന മോഹവുമായി ഞാൻ. പേര് പറഞ്ഞേ? ഫൗസിയ. ബിസ്മി. ഹായ്, ഒരു ഹായ് പറയൂ. ഹായ്. കാണണേ, വീഡിയോ കാണ. ഡിസപ്പോയിൻറ്റഡ് ആണോ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ രണ്ടും ഉണ്ട്. ഞാൻ ഐഫോൺ 15 Pro നോക്കാനാണ് പറഞ്ഞത്, പക്ഷേ അതിന് ഓഫറൊന്നും ഇല്ല പരസ്യത്തിൽ. പക്ഷേ എല്ലാത്തിനും ഓഫർ എന്നാണ് പറഞ്ഞിരുന്നത്. പറ്റിക്കപ്പെട്ടു. പിന്നെ ഇവിടെ ഒരു സർപ്രൈസ് സാധനം വാങ്ങിച്ചു. ഈ ബ്ലോഗിൽ പറയുന്നില്ല. അമ്മയ്ക്കൊരു സർപ്രൈസ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ചിരുന്നൊരു സ്പീക്കർ വാങ്ങിച്ചു. അത്ര വാങ്ങിച്ചോളൂ അല്ലേ? യെസ്. ഒരു ആഹാരം പോലും വാങ്ങിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യാൻ മക്കളെ, നമ്മൾ പോവാം, വീട്ടിൽ അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ 12 to 4 ഒക്കെ ഓരോന്നും പ്രോഗ്രാം ഇടുമ്പോൾ ഫുഡ് കോർട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ഫുഡ് കോർട്ട് ഇല്ല. അയ്യോ, വിശന്ന തേഞ്ഞൊട്ടി ഗൈസ്. വിശന്ന് മരിക്കാറായി. എപ്പോഴാണ് ഇവിടെ കഴിക്കാൻ കയറി. സോ അതായിരുന്നു ഇന്നത്തെ ഗംഭീര ഡേ ഇൻ മൈ ലൈഫ്. എന്തൊരു ഡ്യൂറേഷൻ അല്ലേ ഈ ഒരു ഡേക്ക്. സംഭവം നമ്മൾ ഉച്ചയ്ക്ക് 2-2:30 തുടങ്ങിയെങ്കിലും അവസാനിക്കുമ്പോൾ പിന്നെ 5 മണിയാവാറായി. കണ്ടല്ലോ, ആശമ്മയൊക്കെ വന്ന് നമ്മളോട് വരുമ്പോഴത്തേക്ക് ആശമ്മ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ നിർമ്മാല്യം പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ലൂലു പോയിട്ട് ഹാപ്പി ആയിരുന്നോ ഡിസപ്പോയിന്റഡ് ആയിരുന്നോ? ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എന്നെ ചതിച്ച് നമ്മൾ രണ്ടുപേരും വിചാരിച്ചത് നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. ഞാൻ ഐഫോൺ മോഹിച്ചു, കിട്ടിയില്ല. ചതിക്കപ്പെട്ടു ഞങ്ങൾ അതുകൊണ്ട്. പക്ഷെ വേറെ മറ്റേ സർപ്രൈസിന്റെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ ഒരു അൺബോക്സിങ് നടക്കാൻ പോവുകയാണ്. Yeah, yeah, yeah. I like it. Ooh. കൊണ്ട് ഭയങ്കര വെയിറ്റ് ആണ്. മൂഡ് ഔട്ട് ആവാൻ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് ഇല്ലാത്തത് വൻ തേപ്പായി പോയി. ഫുഡ് 4 മണി വരെ ഉണ്ടെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷെ 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റും കയറി ഫുഡ് വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആഹാരം കഴിക്കാൻ കയറിയില്ല. അതിന്റെ ഓപ്പോസിറ്റ് എന്താ, ക്യാപിറ്റൽ മന്തിയോ? ക്യാപിറ്റൽ മന്തി. അവിടെ അടിപൊളി ഫുഡായിരുന്നു. പക്ഷെ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഐസ്ക്രീം മാത്രം കഴിക്കേണ്ടി വന്നു. അവിടെ അങ്ങനെ ഇല്ലല്ല, രാത്രി ആയപ്പോഴാണ് വെജ് കിട്ടാത്തത്, തീർന്നുപോയി. അവിടെ സർവീസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ആശം എനിക്ക് ചൂട് ദോശ ഉണ്ടാക്കി തരാൻ പോവാണ്. ഞാൻ അത് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ സർപ്രൈസ് ആയിട്ട് സാധനം ഞാൻ വാങ്ങിച്ചെന്ന് അറിഞ്ഞില്ലേ, അത് ഞാൻ എൻ്റെ വ്ളോഗിൽ കാണിക്കാം. സ്റ്റേ ട്യൂൺ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര സംഭവ ബഹുലമായ ദിവസമായിരുന്നു. ഓ വാ,
ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വൈൻഡപ്പില് 3 വർഷമായിട്ട് ഇല്ലാത്ത ഒരാൾ ഇന്നത്തെ വൈൻഡപ്പില് വരിക. ഓ എന്റെ യൂട്യൂബിൽ എല്ലാ വീഡിയോസ് എടുത്തു നോക്ക്, എത്ര വൈൻഡപ്പില് ചേട്ടനുണ്ട്, എത്ര ഇൻട്രോയില് ചേട്ടനുണ്ട്. ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ചീപ്പ് ജാടാണെന്ന് വിചാരിക്കും. വാവ് സച്ച് ആളെ പാപപാ പാപപാ നമുക്ക് മാർഷൽ ആദ്യം ഇടാൻ പോണ പാട്ടാണ്. പാപപാ. ആ മാർഷലിന്റെ ഉദ്ഘാടനം എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് അടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അത് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല. ഓക്കെ, അപ്പം എന്റെ ദോശയത്ത് ഗൈസ് വിശന്ന് ചത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദോശയും അച്ചാറും തൈരുമാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അഗൈൻ വിയർഡ് കോമ്പിനേഷൻ അല്ലേ. ഇങ്ങനെയുള്ള വ്യത്യസ്ത കോമ്പിനേഷനുകൾ അറിയാൻ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. എത്ര 6,50,000 ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, നമുക്ക് 1 മില്യൺ അടിക്കണ്ടേ. നിങ്ങൾക്ക് അടിക്കണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂട്ടോ, പക്ഷെ എനിക്ക് 1 മില്യൺ അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കൊച്ചു കൊച്ചു ഓടിപ്പാ. ടാറ്റാ ഗൈസ് പറഞ്ഞേ. See you next time. വേറൊരു ഭാഷ. Bye bye. Love you guys so much.